പരസ്യമായി അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തുടരെ ഏർപ്പെട്ട് കാണുമ്പോൾ ആത്മാർത്ഥതയുള്ള ദീനീ പ്രവർത്തകർക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഞങ്ങൾ സാന്ദർഭികമായി അതുകൂടി പ്രചരിപ്പിച്ചത്, അതുകൂടി ഞങ്ങൾ പറഞ്ഞത്. അത് നിലവിളക്ക് ഖബറിങ്ങൾ കത്തിക്കലാണെങ്കിലും ശരിയല്ല. അതുകൊണ്ടാ പറയുന്നത്, ഇത് വർഗീയത പറയുകയല്ല, അതൊരു വിഭാഗത്തിന്റെ വിശ്വാസമാണ്, അവരത് ചെയ്യട്ടെ. അതേ അവസരത്തിൽ ആ നിലക്കുള്ള ഒരാചാരം മുസ്ലിമീങ്ങളുടെ സമ്പ്രദായത്തിലില്ല. ഇസ്ലാമിന്റെ സൗഹാർദ്ദം എന്ന് പറയുന്നത് ഹിന്ദു വിശന്നാലും മുസ്ലിമിന് പ്രയാസമാണ്. അയൽവാസി ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല, ഏത് അയൽവാസിയുടെ വിശപ്പും വിശപ്പാണ്. പാവപ്പെട്ടവന്റെ വീട് ഒരു ഹിന്ദുവിന്റെ വീടാണെങ്കിലും ചോർന്നൊലിക്കുന്നത് കാണുമ്പോൾ മുസ്ലിമിന് വിഷമമാണ്. അവൻ സഹായം ചെയ്തു കൊടുക്കണം. പാവപ്പെട്ടവനായ ആരാണെങ്കിലും അയൽവാസിയാണെങ്കിലും അല്ലെങ്കിലും ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ സഹായിച്ചാൽ പ്രതിഫലമുണ്ട്. നബി തങ്ങൾ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ ഒരു സമുദായത്തിന്റെ ആചാരങ്ങളെ നമ്മളും സ്വീകരിക്കുക, നമ്മുടെ ആചാരങ്ങളെ അവരും സ്വീകരിക്കുക, ഈ നിലക്ക് മതസൗഹാർദ്ദത്തിന് പുറപ്പെട്ടാൽ ഇവിടെ സൗഹാർദ്ദമേ ഉണ്ടാവുകയുള്ളൂ, മതമുണ്ടാകില്ല. വിളക്ക് കൊളുത്തിയതിനെ ന്യായീകരിച്ചുകൊണ്ട് അതേ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന സഹോദര, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരവരുടെ വിശ്വാസങ്ങളിൽ ആചാരങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോകലാണ്. ഇതാണ് എനിക്കെന്റെ സഹോദരങ്ങളെ ഉണർത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമികമായ നിലക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതകൾ നാം അത് നിർവഹിക്കണം. ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അത് ശരിക്കും പഠിക്കുകയും വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങളിലേക്ക് ആശയങ്ങളിലേക്ക് വരാൻ വാശി വെടിഞ്ഞുകൊണ്ട് വൈരാഗ്യം വെടിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുതകളെ നിങ്ങൾ അന്വേഷിച്ചറിയണം, അത് പഠിക്കണം. ജീവിതത്തിൽ പടച്ച റബ്ബിനെ ഭയപ്പെടണം. എന്തിനാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്? ആരോടെങ്കിലും വാശി തീർക്കാനാണോ? കുഴപ്പമുണ്ടാക്കാനാണോ? അല്ല അല്ല, എനിക്കും നിങ്ങൾക്കും പോയി കിടക്കാനുള്ള, പോയി നിന്ന് മറുപടി പറയാനുള്ള ഒരു ദിവസമുണ്ട്. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. ഓ ജനങ്ങളെ, നിങ്ങൾ സൂക്ഷിക്കണേ. യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ. ആ ദിവസമേതാണ്? തുർജഊന ഫീഹി ഇലല്ലാഹ്, പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നമുക്ക് മടങ്ങണം. ഈ പ്രസംഗിക്കുന്ന സാധുവായ എനിക്കും റബ്ബിനെ കാണണം. ഇവിടെ ശാന്തമായി ഇരിക്കുന്നവർക്കും കാണണം, ബഹളം കൂട്ടുന്നവർക്കും മരിച്ചു പോകണം. എല്ലാവർക്കും അല്ലാഹുവിന്റെ കോടതിയിലെത്തണം. പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെന്തേ ശരിയാക്കാഞ്ഞത്? അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെതിരെ ശരിയായ നിലക്കുള്ള മറുപടി പറയാൻ ഏത് നിലക്കാണ് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുക? ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പ്രത്യേകമായ അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.